നമ്മെ ഇട്ടേച്ചു പോവുകയാണോ എന്ന് ബീവി ഹാജർ ചോദിച്ചപ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കിയിരുന്നില്ല. എന്തുകൊണ്ടാവും അത്? അഹങ്കാരമാവാൻ ഒരു വഴിയുമില്ല. അദ്ദേഹത്തിന് അവിടെ അഹങ്കരിക്കേണ്ട കാര്യം എന്താണ്? പക്ഷേ സ്വന്തം മനക്കരുത്ത് തളരാതിരിക്കുകയായിരുന്നു നബിയുടെ ഉദ്ദേശ്യം. ഭാര്യയെയും മകനെയും ഓർത്ത് ഹൃദയം വേദനിച്ച് പിന്നീട് അള്ളാഹുവിന്റെ തീരുമാനം ലംഘിക്കേണ്ട അവസ്ഥ വരാതിരിക്കാൻ. ചില മനുഷ്യരൊക്കെ അങ്ങനെയാണ്, അള്ളാഹുവിന്റെ ഇഷ്ടത്തിനു വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ ത്യജിക്കുന്നവർ. വിശ്വാസിയുടെ ആയുധം പ്രാർത്ഥനയുമാണല്ലോ. ഇബ്രാഹിം നബി തന്റെ ആയുധം ഉപയോഗിച്ച് ജനങ്ങളുടെ ഹൃദയങ്ങളെ അവരിലേക്ക് ആകർഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും അനന്തരം ജനങ്ങൾ പലരും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്തു. ആ ഏകാന്തയായ സ്ത്രീയെ ആശ്വസിപ്പിക്കാൻ ഒരു ഗോത്രം മുഴുവൻ വന്നു ചേരുന്നു. പിതാവ് ഉപേക്ഷിച്ചു പോയ ആ കുട്ടിയെ പരിചരിക്കാൻ ഒത്തിരി പേരുണ്ടാവുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കേസ് ഫയലുകൾ ഭൂമിയിൽ നിന്ന് ആകാശ ലോകത്തേക്ക് അയക്കുക. ഖുൻ ഉണ്ടാവൂ എന്ന് മുകളിൽ നിന്നുള്ള കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമിലോകം മുഴുവൻ ചലിക്കുന്നതും പ്രവർത്തിക്കുന്നതും. രോഗിയായ മനുഷ്യ, ഡോക്ടർ ആകാശലോകത്താണ്. ഫക്കീറായ മനുഷ്യ, സമ്പന്നൻ ആകാശലോകത്താണ്. ദുഃഖിതനായ മനുഷ്യ, ആശ്വസിപ്പിക്കുന്നവൻ ആകാശലോകത്താണ്.